എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു കുടുംബം തന്നെയാണ് നടൻ കലാഭവൻ മണിയുടെ കുടുംബം. ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള, എല്ലാവരും നോക്കിക്കാണുന്ന ഒരു മകൾ കൂടിയാണ് കലാഭവൻ മണിയുടെ മകൾ. ഇന്ന് ആ മകളുടെ പിറന്നാളാണ്. ആ പിറന്നാൾ ദിവസം ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കലാഭവൻ മണിയുടെ അനിയൻ, ഈ പെൺകുട്ടിയുടെ കൊച്ചിച്ചൻ തന്നെ ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ്. ആ കുറിപ്പിലൂടെ തന്നെ എല്ലാവരും കലാഭവൻ മണിയുടെ മകളെക്കുറിച്ച് ഓർക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. മണിച്ചേട്ടൻ്റെ മകൾ, ഞങ്ങളുടെ അമ്മു, മികച്ച നടനുള്ള പുരസ്കാരം വാങ്ങുന്നതിനിടെ കലാഭവൻ മണിയെ തേടിയെത്തിയ സന്തോഷ വാർത്ത. അതാണ് ശ്രീലക്ഷ്മി. ഇങ്ങനെയാണ് ഇപ്പോൾ കലാഭവൻ മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ വിവരിക്കുന്നത്. സഹോദരങ്ങളെക്കുറിച്ചും തൻ്റെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും എല്ലാം അദ്ദേഹം വാചാലനാകാറുണ്ട്. മകളായ ശ്രീലക്ഷ്മി ഡോക്ടറാക്കാനാണ് ആഗ്രഹമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. അച്ഛൻ്റെ സ്വപ്നം സഫലമാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ. എൻട്രൻസ് കോച്ചിങ് പോയതും അതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം MBBS അഡ്മിഷൻ എടുത്തതിൻ്റെയുമെല്ലാം വിശേഷങ്ങൾ വൈറലായിരുന്നു. ശ്രീലക്ഷ്മിയുടെ പിറന്നാളാണ് ഏപ്രിൽ 2-ന്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ചെറിയച്ഛൻ ആശംസാ പോസ്റ്റുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് ഏപ്രിൽ 2, ശ്രീലക്ഷ്മി എന്ന ഞങ്ങളുടെ അമ്മുവിൻ്റെ പിറന്നാൾ. ജന്മദിനാശംസകൾ മകളെ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് വാങ്ങുന്ന വേദിയിലാണ് ശ്രീലക്ഷ്മി ജനിച്ച സന്തോഷ വിവരം ചേട്ടൻ അറിയുന്നത്. അമ്മുവിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്നായിരുന്നു കുറിപ്പ്. പോസ്റ്റിന് താഴെയായി നിരവധി പേരാണ് ശ്രീലക്ഷ്മിക്ക് ആശംസ അറിയിച്ച് എത്തിയത്. ഈ കുട്ടി ഇപ്പോൾ എന്തു ചെയ്യുന്നു? പുതിയ ഫോട്ടോസ് ഇടാമോ? ഇങ്ങനെയായിരുന്നു ചിലരുടെ ചോദ്യം. കലാഭവൻ മണി മരിച്ചതിനു ശേഷം കുറച്ചു ദിവസം വാർത്തകളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വാർത്തകളൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ പോസ്റ്റ്. ശ്രീലക്ഷ്മി 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു മണിയുടെ വിയോഗം. അച്ഛന് പഠിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. കോപ്പിയടിച്ചും 10ാം ക്ലാസ് കടന്നു കിട്ടിയില്ല. മോൻ നന്നായി പഠിച്ച് ഡോക്ടറാവണം. ഇവിടെ അച്ഛനൊരു ആശുപത്രി പണിതു തരും. പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കണം. ഇങ്ങനെയായിരുന്നു മകളോട് അച്ഛൻ പറഞ്ഞത്. മോളെ എന്നല്ലേ മോനെ എന്നാണ് അച്ഛൻ തന്നെ വിളിക്കാറുള്ളതെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. മുൻപൊരു അഭിമുഖത്തിൽ ശ്രീലക്ഷ്മി കലാഭവൻ മണിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ഇത് വീണ്ടും പ്രേക്ഷകർ ഓർത്തെടുക്കുന്നുണ്ട്. ഇന്ന് ആ മകൾ ഒരു നല്ലൊരു യുവതിയായി വളർന്നിരിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ഓർമ്മകൾക്കും അച്ഛൻ്റെ ആഗ്രഹങ്ങളും സബലീകരിക്കാൻ വളർന്ന ഒരു പെൺകുട്ടി. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. ആരാധകർക്ക് ഇപ്പോൾ ആശംസ മാത്രമല്ല, കലാഭവൻ മണിയുടെ ഓർമ്മകളും പങ്കുവെക്കാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ രാമകൃഷ്ണന്റെ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.